രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം തയ്യാറാക്കിയെടുത്താലോ. നല്ല സോഫ്റ്റാണ്, ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് അപ്പം റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് ചോറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ അരിപ്പൊടി ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ മിക്സിയിൽ അവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും കേട്ടോ. പിന്നെ അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി, നോർമൽ പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടിയല്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരവിയ തേങ്ങയും അതേപോലെ വേവിച്ചിട്ടുള്ള ചോറും, അത് രണ്ടും 1/2 കപ്പ് വീതം കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെയാണ് ഈ ഒരു മാവ് അരച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂണൊക്കെ രാത്രി അരച്ച് വെക്കുന്നുണ്ടെങ്കിൽ എടുത്താൽ അത് രാവിലെ ആകുമ്പോഴേക്ക് അത് ഓവർഫ്ലോ ആയിട്ട് ഒഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂണാണ് കേട്ടോ. അപ്പം പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ. 1/2 ടീസ്പൂൺ എടുക്കുക, രാവിലെയാണ് നിങ്ങൾ ചെയ്തത്, അപ്പോൾ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. പിന്നെ അതിലേക്കൊരു 2 കപ്പ് ഞാനിപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പൊടിക്കനുസരിച്ച് ഒഴിച്ച് നോക്കിയിട്ട് വേണം അടുത്തത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞ് വരുന്ന ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി വെള്ളം വേണോ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വീണ്ടും ചേർത്തിട്ട്, അപ്പോൾ ടോട്ടലി 2.25 കപ്പാട്ടോ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിന് ഡിഫറൻസ് വരും. നോർമലായിട്ട് അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാനിതാ രാവിലെ എടുത്തിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അപ്പച്ചട്ടിയിലോ അല്ലെങ്കിൽ നോർമൽ ദോശച്ചട്ടിയിലോ ഒക്കെ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഓയിൽ തേച്ചിട്ടും ചുട്ടെടുക്കാം, ഓയിൽ തേക്കാതെ ഇതുപോലെ നോൺ സ്റ്റിക്ക് തവയിലും ചുട്ടെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി, ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ബബിൾസൊക്കെ വന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പം നല്ല അടിപൊളി സോഫ്റ്റുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.